മാസപ്പടി കേസിൽ ഇ ഡി സമൻസിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് CMRL MD ശശിധരൻ കർത്തായ ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. ശ്രീകാന്ത്, സംഭവത്തിൽ ഇ ഡി ശശിധരൻ കർത്തയ്ക്ക് നോട്ടീസ് സമൻസ് അയച്ചൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ഇമ്മ്യൂണിറ്റി തേടിയാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തിനാണ് ഹൈക്കോടതിയെ സമീപിച്ചത്? വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ഈ വെക്കേഷൻ ബെഞ്ചിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും വരുന്നത്. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 24 മണിക്കൂറിലധികം ചോദ്യം ചെയ്ത് വിട്ടയച്ചതിന് പിന്നാലെ ഇപ്പോൾ ശശിധരൻ കർത്തയും CMRL MD ശശിധരൻ കർത്തയും അതോടൊപ്പം ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു. ശശിധരൻ കർത്തയ്ക്ക് 2 തവണ നോട്ടീസ് നൽകി, ഒരു തവണ പോലും അദ്ദേഹം ഹാജരായില്ല. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചത്. തനിക്ക് നേരിട്ട് ED ഓഫീസിൽ ഹാജരാകുന്നതിനും ചോദ്യം ചെയ്യലിന് വിധേയനാകുന്നതിനും ബുദ്ധിമുട്ടുണ്ട് എന്ന് അദ്ദേഹം അറിയിക്കുന്നു. ക്യാൻസർ ചികിത്സ നടത്തുന്നതിൻ്റെ രേഖകളടക്കം, ആശുപത്രി രേഖകളടക്കം കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ഉദ്യോഗസ്ഥർ കൂടി, ഈ ചോദ്യം ചെയ്യലിന് വിധേയരായ 3 ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യൽ, ഈ 24 മണിക്കൂർ ചോദ്യം ചെയ്യൽ നടത്തിയതിൽ തങ്ങളെ മാനസികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് അവർ ആരോപിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് കോടതിയിൽ എത്തിയിട്ടുള്ളത്. നേരത്തെ ചോദ്യം ചെയ്യലിന് അനുമതി നൽകിയപ്പോൾ കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, കടുത്ത നടപടികൾ ഒന്നും പാടില്ല എന്നുള്ളത്. പക്ഷേ തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത് മാനസിക പീഡനമാണെന്ന് ഇവർ പറയുകയും ചെയ്യുന്നു. 3 ഉദ്യോഗസ്ഥരും ശശിധരൻ കർത്തയും ഒടുവിൽ വീണ്ടും ഹൈക്കോടതി വെക്കേഷൻ ബെഞ്ചിൽ എത്തി. എന്താകും കോടതി തീരുമാനമെന്ന് അല്പസമയത്തിനകം അറിയാം. മാസപ്പടി കേസിൽ ഇ ഡി സമൻസിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് CMRL MD ശശിധരൻ കർത്ത. ശ്രീകാന്ത് വീണ്ടും ചേരുന്നു. ശ്രീകാന്ത്, ഇപ്പോൾ ഈ ഇ ഡി ഈ സംഭവ വിഷയവുമായി ബന്ധപ്പെട്ട്, മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരടക്കം 24 മണിക്കൂറോളം ചോദ്യം ചെയ്തൊരു പശ്ചാത്തലം, MD യോട് ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ പറഞ്ഞ് നോട്ടീസ് അയക്കുന്നു. കാര്യമായൊരു കണ്ടെത്തൽ ഇ ഡിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ? എന്തൊക്കെ തെളിവുകൾ ശേഖരിച്ചെന്നോ അവരുടെ കൈവശം എന്തൊക്കെ രേഖകളുണ്ട് എന്നത് സംബന്ധിച്ചോ ഈ ഘട്ടത്തിൽ യാതൊന്നും ലഭ്യമല്ല. പക്ഷേ മനസ്സിലാക്കാൻ സാധിച്ചത്, എന്ത് സേവനമാണ് വീണ വിജയൻ CMRLന് നൽകിയത് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ ഈ 3 പേർക്കും കഴിഞ്ഞില്ല എന്നുള്ള വിവരം കിട്ടുന്നുണ്ട്. അതിന് തൊട്ടു പിന്നാലെ ഒരു പക്ഷേ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോയേക്കാം എന്നൊരു സൂചന പുറത്തു വന്നിരുന്നു. ഒപ്പം മുഖ്യമന്ത്രിയുടെ മകൾക്ക് നോട്ടീസിനുള്ള സാധ്യതയും തെളിയുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് നിലവിലിപ്പോൾ ഈ മാനസിക പീഡനം ചൂണ്ടിക്കാട്ടി ഈ ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിലേക്ക് എത്തിയത് എന്ന് വേണമെങ്കിൽ കരുതാം. അതിനുമപ്പുറം 24 മണിക്കൂർ തുടർച്ചയായ ചോദ്യം ചെയ്യൽ ഇവർ ED കസ്റ്റഡിയിൽ നേരിടേണ്ടിയും വന്നു. ഇതും കോടതിയെ സമീപിക്കുന്നതിന് കാരണമായിട്ടുണ്ടാകാം. ശശിധരൻ കർത്തയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ വഷളാണ്, ചികിത്സ തേടുന്നുണ്ട്. ഇതിൻ്റെ ആശുപത്രി രേഖകൾ, അത് തുടർച്ചയായി ചികിത്സ തേടുന്ന ആശുപത്രി രേഖകൾ അടക്കം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കോടതി എന്ത് തീരുമാനമെടുക്കുമെന്ന് കാത്തിരുന്ന് കാണാം. കഴിഞ്ഞ തവണയാണ് കോടതി ചോദ്യം ചെയ്യലിന് അനുമതി നൽകിയത്. അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികൾ പാടില്ല എന്ന് നേരത്തെ കോടതി വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ED ഒരൽപ്പം കടന്ന് 24 മണിക്കൂർ ചോദ്യം ചെയ്യൽ നടത്തി. അതിനുശേഷമാണ് മാനസിക പീഡനം ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് എത്തിയത്. ചെയ്യാത്ത സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി പണം വാങ്ങിയെന്ന ആരോപണത്തിൽ SFIOയ്ക്ക് പിന്നാലെ ED നടപടി കടുപ്പിക്കുകയാണ്. CMRL MD യോടക്കം ഹാജരാകാൻ ED ആവശ്യപ്പെട്ടിരുന്നു. ഈ ഘട്ടത്തിലാണ് CMRL MD ഇമ്മ്യൂണിറ്റി തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.